കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി KPCC പ്രസിഡന്റ് ആര് ആകണം എന്നുള്ളതാണ്. അതായത് ഉള്ള പ്രസിഡന്റിനെ എടുത്ത് മാറ്റിവിടുക, ഇതാണ് കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യം. അതായത് കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റുക. കെ സുധാകരനെ എന്തിനു വേണ്ടി ഇറക്കിയത്? പിണറായി വിജയനെ പോലുള്ള ഒരു അതിമാനുഷികനെ നേരിടാൻ അതേ ശക്തിയുള്ള ഒരാൾ കോൺഗ്രസിലുണ്ടെങ്കിൽ അത് കെ സുധാകരനെ പറ്റുകയുള്ളൂ. എന്താടാ എന്ന് ചോദിച്ചാൽ തിരിച്ചു നിന്ന് എന്ത് വേണമടാ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റവും തന്തയ്ക്ക് പിറന്നവനുമാണ് കെ സുധാകരൻ. അതാര് കാണിക്കും? കോൺഗ്രസിലെ മറ്റു ഒച്ചന്മാർക്കൊന്നും അത് സാധ്യമല്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അവസാന നിമിഷത്തിൽ, അതായത് തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്, ആ വേളയിൽ സുധാകരനെ മാറ്റുന്നത് ഏറ്റവും അനൗചോത്യമായിട്ടുള്ള കാര്യമാണ്. അത് കോൺഗ്രസിനെ നാശത്തിലേക്ക് വഴിതെളിക്കുമെന്നുള്ളതാണ്. പിണറായി വിജയൻ കണ്ണൂരുകാരനാണ്. ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ നേരിടണമെങ്കിൽ അതിന് തുല്യമായി കണ്ണൂർ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ കൊണ്ടേ പറ്റുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് കെ സുധാകരൻ. കെ സുധാകരൻ ഇപ്പോൾ അനാരോഗ്യം ഉണ്ടാകാം, പിണറായി വിജയൻ അനാരോഗ്യമില്ലേ? പക്ഷെ കാര്യങ്ങൾ മുഴുവൻ തന്ത്രപൂർവ്വം കൊണ്ടുപോകുന്നില്ലേ? ഇത്തരത്തിൽ തന്നെ തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണ് കെ സുധാകരൻ. കെ സുധാകരനെ ഇറക്കിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഈ പാർട്ടിയെ സെമി കേഡറാക്കി മാറ്റുമെന്നുള്ളത്. അങ്ങനെ വന്ന സുധാകരനെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പോരുകൾ മുറുകിക്കൊണ്ട് അത് വലയം ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ സുധാകരനെ മാറ്റാനുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും സുധാകരനെ മാറ്റുമ്പോൾ മുമ്പോട്ട് വയ്ക്കുന്ന പേരുകളോ ആന്റോ ആന്റണിയും അതുപോലെ തന്നെ സണ്ണി ജോസഫുമാണ്. കരുണാകരന്റെ പുത്രനായ മുരളീധരൻ ചോദിച്ചതുപോലെ പടം കാണിച്ചാലെങ്കിലും തിരിച്ചറിയുന്നവരെ ആയിരിക്കണമല്ലോ നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ആന്റോ ആന്റണിയെയും സണ്ണി ജോസഫിനെയും പത്തനംതിട്ടക്കാരും ഇരിക്കൂറുകാർ പോലും തിരിച്ചറിയുന്നില്ല. പിന്നാണോ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ ശരിക്കും തെരഞ്ഞെടുപ്പ് തന്ത്രം അറിയാവുന്ന തരത്തിൽ കാര്യങ്ങൾ പയറ്റി നിൽക്കാൻ പറ്റുന്ന ഒരാളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഉചിതം. അതിന് നമുക്ക് മുമ്പോട്ട് വയ്ക്കാവുന്ന പേരുകൾ എന്ന് പറയുന്നത് കെ മുരളീധരൻ എന്തുകൊണ്ടും യോഗ്യനാണ്. മുരളീധരൻ മുമ്പും KPCC പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തെ മുരളീധരൻ അല്ല ഇപ്പോഴത്തെ മുരളീധരൻ പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പഠിച്ചു. അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സമർത്ഥനായി മാറി. പാർട്ടിയെ എങ്ങനെ കൊണ്ടുപോകണമെന്നും അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ. അതുപോലെ തന്നെ അടൂർ പ്രകാശ്. ഇപ്പോൾ സുധാകരനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തീയ സമുദായത്തിൽപ്പെട്ട ആളാണ് സുധാകരൻ. പകരം ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെ അടൂർ പ്രകാശിനെ കൊണ്ടുവരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്രൈസ്തവരുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി എന്ന ലക്ഷ്യമിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ ശക്തമായ എതിർപ്പ് ഇവിടെ നേരിടേണ്ടി വരും. ആ ഈഴവ വോട്ടുകൾ മുഴുവൻ ചിതറിപ്പോകാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ധാരാളം BJPയിലേക്ക് മാറുന്നത് നമ്മൾ 2024 കണ്ടതാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം തന്നെ അതിന് ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ PC വിഷ്ണുനാഥിനെ ഇറക്കാം. ഒരു യുവരക്തം എന്നുള്ള രീതിയിൽ PC വിഷ്ണുനാഥ് നായരാണ്. PC വിഷ്ണുനാഥിനെ ഇറക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരുടെ തന്നെ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ കൊണ്ടുവരാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ. പക്ഷെ ഷാഫി പറമ്പിലിനെ എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല. കാരണം ഈ ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും, സമർത്ഥനാണ്. പക്ഷേ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് മുന്തിയ പരിഗണന നൽകുന്നു എന്ന് പരക്കെ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷാഫിയെ ആ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നാൽ അംഗീകരിക്കത്തില്ല പലരും. ഷാഫി എന്തായാലും അക്കാര്യത്തിൽ സമർത്ഥൻ തന്നെയാണ്. അല്ലെങ്കിൽ ബെന്നി ബെഹനാനെ കൊണ്ടുവരാം. ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം CPM-നോട് കൂടുതൽ കൂറ് കാണിക്കുന്ന, അതുപോലെ തന്നെ ചാലക്കുടിയിലൊക്കെ നമ്മൾ കണ്ടതാണ് ബെന്നി ബെഹനാന്റെ ചില തന്ത്രങ്ങളും ഒക്കെ. അവിടെ
യാക്കോബയ സഭയിൽ വരുന്ന ആളാണ്. അതിൽ നിന്ന് ഇദ്ദേഹം പിണറായി പക്ഷക്കാരിലേക്ക് പോകുന്നവരാണ്. കുഴൽനാടന് എടുക്കാവുന്നതാണ്. കുഴൽനാടൻ എന്തായാലും സർവ്വതാ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. പിണറായി വിജയനോട് എതിരിട്ട് നിൽക്കാൻ കഴിവുള്ള ശക്തനായ ഒരു നേതാവ് കൂടിയാണ്. പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരിക്കും. പഴയ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖചിത്രമല്ല കുഴൽനാടനുള്ളത്. കാര്യങ്ങളിലൊക്കെ ഒരു 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 അക്കാഡമിക് ലെവൽ ഉണ്ടെന്നുള്ളതാണ്. ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള ആളാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് കുഴൽനാടനെ ഇവർക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. അത് ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ട് സമാഹരിക്കുക എന്നുള്ള രീതിയിലും ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നതിനും വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ടും മാത്യു കുഴൽനാടനെയും ഇവർക്ക് ആ കാര്യത്തിൽ പരിഗണിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും പറയുന്നത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് കോന്നിയിലെ MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്ന സമയത്തും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ്. കോന്നിയിൽ നിന്ന് അദ്ദേഹത്തെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി. കോന്നിയിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. ആറ്റിങ്ങൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. 2019 2024 അദ്ദേഹം തന്നെ തീർച്ചപ്പെടുത്തി ഞാനൊന്ന് തോറ്റാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ്. എന്നിട്ട് പോലും ജനം വെറുതെ വിട്ടില്ലെന്നുള്ളതാണ്. അദ്ദേഹത്തെ തന്നെ ജയിപ്പിച്ചു. അത്രത്തോളം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലും ഒരു ജനപങ്കാളിത്തത്തിൽ ഒരു വൻ നായകനായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു KPCC പ്രസിഡന്റ് പദവിയിലേക്ക് എന്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് തന്ത്രം നന്നായി അറിയാം, അത് പയറ്റാൻ അറിയാം, കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സുധാകരനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറ്റേണ്ട സാഹചര്യം ഒരിക്കലും ഇല്ല. അത് ഈ കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി അഥവാ മാറ്റുകയാണെങ്കിൽ അടൂർ പ്രകാശിനെ വേണം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. അല്ലാതെ ബെന്നി ബെഹനാനും ഈ ആന്റോ ആന്റണിയും സണ്ണി ജോസഫും ഒന്നുമല്ല അതിലേക്ക് വേണ്ടത്. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർട്ടി വീണ്ടും താഴോട്ട് പോകും. ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടാക്കും. ഘടകകക്ഷികൾ അവരുടെ വഴി നോക്കി പോവുകയും ചെയ്യും എന്നുള്ള വിവരം അറിഞ്ഞിരുന്നാൽ നല്ലത്. ഇതൊന്നും തന്നെ ഹൈക്കമാൻഡിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ചെവി കടിയന്മാർ അവിടെ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ ചുറ്റിനും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ തന്ത്രപൂർവ്വം കൊണ്ടുപോകാൻ പിണറായിയുടെ ഭരണം 3ാം വട്ടം തുടരാതിരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരാളെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ഈ പറഞ്ഞ തരത്തില് PC വിഷ്ണുനാഥാകാം, അടൂർ പ്രകാശ് ആകാം, മാത്യു കുഴൽനാടനാകാം, ഇവരെ വേണം ആ പദവിയിലേക്ക് കൊണ്ടുവരേണ്ടത്.